ഇപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് പുറത്തു വരുന്നത് നമ്മുടെയെല്ലാം കണ്ണു തുറപ്പിക്കേണ്ട ഉള്ളുലയ്ക്കുന്ന ഒരു കാര്യമാണ്. കൊച്ചിയുടെ തൊട്ടടുത്ത് അതിവേഗം വളരുന്ന നഗരമായ പെരുമ്പാവൂരിൽ കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ നടന്ന ക്രമരഹിതമായ പരിശോധനകളിൽ 15 പേർക്ക് HIV സ്ഥിരീകരിച്ചു എന്ന വാർത്ത ആരെയും ഞെട്ടിക്കും. ഈ കണക്കുകൾ വെറും സംഖ്യകൾ മാത്രമല്ല, അതിൽ മലയാളികളുമുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുണ്ട്. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസാണ് ഈ നിർണായകമായ പരിശോധനകൾ നടത്തിയത്. നമുക്കറിയാവുന്നവരുടെ ഇടയിൽ എത്ര പേർ ഈ നിശബ്ദ രോഗത്തിന്റെ പിടിയിലായിട്ടുണ്ടാകും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ രോഗവ്യാപനത്തിന് പിന്നിൽ ചില ഇരുണ്ട ലോകങ്ങളുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ലഹരിയിൽ അകപ്പെട്ട് ഒരേ സിറിഞ്ച് പങ്കുവച്ച് ഉപയോഗിക്കുന്ന ശീലം ഈ രോഗത്തിന് വളരെയധികം കളമൊരുങ്ങുന്നു. അതോടൊപ്പം ലൈംഗിക തൊഴിലും, പ്രത്യേകിച്ചും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഇത് വ്യാപകമാണെന്ന കണ്ടെത്തലും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ഈ 15 പേരും പെരുമ്പാവൂരിൽ തന്നെ ഉണ്ടോ അതോ ഭയന്ന് മറ്റെവിടേക്കെങ്കിലും താമസം മാറിയോ എന്ന കാര്യത്തിലും ഉറപ്പില്ല. കാരണം ലളിതമാണ്. രോഗവിവരം പുറത്തറിഞ്ഞാൽ ഒറ്റപ്പെടുമെന്ന ഭയം. സാമൂഹികമായ ഈ ഒറ്റപ്പെടുത്തൽ പലരെയും ഉള്ളിലേക്ക് ഒതുക്കുന്നു, സത്യം മറച്ചുവെക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത് രോഗവ്യാപനത്തിന്റെ സാധ്യതകൾ വീണ്ടും വർദ്ധിപ്പിക്കുകയുള്ളൂ. അതേസമയം പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികൾക്കെതിരെ നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. കഴിഞ്ഞ ദിവസം കണ്ടത്തറ മഹല്ല് മുസ്ലിം ജമാഅത്ത് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കോളനിയുടെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ചിരുന്ന ബോർഡ് പോലീസ് നീക്കം ചെയ്തതിലും പ്രതിഷേധക്കാർക്കെതിരെ കള്ളക്കേസുകൾ ചമയ്ക്കുന്നുവെന്ന് ആരോപിച്ചുമായിരുന്നു പ്രതിഷേധം. ജനങ്ങൾ നിയമം കയ്യിലെടുക്കരുതെന്നും നിയമപരമായ നടപടികൾ വഴി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും റൂറൽ SP അഭ്യർത്ഥിച്ചു. പെരുമ്പാവൂർ വെങ്ങോലയ്ക്കടുത്ത് കണ്ടത്തറയിലാണ് ഭായ് കോളനി. ഇവിടെ ലഹരി ഇടപാടുകളും അനാശാസ്യ പ്രവർത്തനങ്ങളും വ്യാപകമെന്ന ആരോപണവുമായി നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു. ഇവിടെ മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിരുന്നു. കഞ്ചാവ്, മരുന്ന്, പെണ്ണ് എന്നിവയ്ക്കായി ഇങ്ങോട്ട് വന്നാൽ തല്ലും 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 എന്നായിരുന്നു ആ ബോർഡിൽ ഉണ്ടായിരുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് കണ്ടത്തറയിലുള്ള ഭായ് കോളനി. യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത വിധത്തിലാണ് ഇവിടെ ലഹരി വ്യാപാരവും ലൈംഗിക തൊഴിലും നടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതര സംസ്ഥാനക്കാർക്ക് വേണ്ടിയാണ് ലഹരി ഇടപാടുകളും മറ്റും തുടങ്ങിയത്. പിന്നീട് കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും ലഹരി അന്വേഷിച്ച് ഇവിടേക്ക് ആളുകൾ വന്നു തുടങ്ങി. എല്ലാവിധ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാണ് ഇപ്പോൾ ഇവിടമെന്ന് നാട്ടുകാരും പറയുന്നു. പോലീസും എക്സൈസും ഇടയ്ക്കിടെ പരിശോധന നടത്തുകയും ലഹരി മരുന്ന് പിടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടേക്ക് എത്തുന്ന ലഹരിയുടെ തോത് വളരെ കൂടുതലാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥരടക്കം സമ്മതിക്കുന്ന കാര്യമാണ്.